ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ദുസ് വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇത് ഓഗസ്റ്റ് 15 എടുത്ത വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആണെന്ന്, ഫ്രൈഡേ ആണ്. അപ്പോൾ വീക്കെൻഡ് നമ്മളൊന്ന് പുറത്തൊക്കെ പോയി ഫുഡ് കഴിച്ചിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ റെഡി ആവാൻ തുടങ്ങിയപ്പോഴത്തേനും എൻ്റെ ഫ്രണ്ട് അഞ്ജിതയും ഫാമിലിയും വന്നു കേട്ടോ. അവർ ബർത്ത്ഡേക്ക് വരാൻ പറ്റാണ്ട് ഇന്ന് വന്നതാണ്. ശരിക്കും ഞങ്ങൾ വെട്ടുകാട് വെച്ച് മീറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ നടന്നില്ല. അപ്പോൾ അവർ പിന്നെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുട്ടി ഫാനാണ് കേട്ടോ, അഞ്ജിക എൻ്റെ വീഡിയോസൊക്കെ റെഗുലറായിട്ട് കാണാറുണ്ട്. അങ്ങനെ അവരൊക്കെ വന്നു പോയി. അതിനുശേഷം ഞങ്ങൾ റെഡിയായി കേട്ടോ. അന്നക്കുട്ടിയെ ഞാൻ റെഡിയാക്കി. അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് വെട്ടുകാടാണ്. വെട്ടുകാട് പള്ളിയിൽ പോയിട്ട് പിന്നെ ഫുഡ് അടിച്ചിട്ട് തിരിച്ചു വരണം, അതാണ് പ്ലാൻ. അപ്പോൾ അന്നക്കുട്ടിയുടെ ഡ്രസ്സ് അന്നക്കുട്ടിക്ക് തന്നത് ഭദ്രാൻ്റിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ റെഡിയായി ഇറങ്ങി. ഇന്ന് ഇഞ്ഞപ്പെണ്ണിൻ്റെ ട്രീറ്റാണ്. കാരണം ഇഞ്ഞപ്പെണ്ണിൻ്റെ സാലറി കിട്ടിയിട്ട് ഞങ്ങൾക്ക് ട്രീറ്റ് ഒന്നും ചെയ്തില്ല. ഇവിടെ എന്തിനും ഇതിനും ട്രീറ്റാണ് കേട്ടോ. നമുക്ക് ഫുഡ് മുഖ്യമാണ്. അപ്പം ഇന്ന് ഇഞ്ഞയുടെ വകയാണ് ഫുഡ്. അപ്പം ഞങ്ങൾ പള്ളിയിലേക്ക് പോവാണ്. ഭയങ്കര തിരക്കുള്ള ദിവസമാണ് കേട്ടോ. ഞങ്ങൾ ഏകദേശം ഇറങ്ങിയപ്പോൾ 8 മണിയായി കഴിഞ്ഞു. ഒരു 11 മണിക്കെങ്കിലും തിരിച്ചെത്തണം എന്നാണ് വിചാരിക്കുന്നത്. നടക്കുമെന്ന് അറിയില്ല. ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പള്ളിയിലെത്തി കേട്ടോ. പിന്നെ 2 മുത്തുക്കുട നേർച്ചയുണ്ടായിരുന്നു. ഹസ്ബൻഡിനൊന്നും അമ്മയ്ക്ക് ഞാൻ നേർന്നത് അമ്മയുടെ ഷോൾഡർ പെയിൻ വന്നപ്പം എന്താണ് വേദനയുടെ കാരണം എന്നറിയില്ലായിരുന്നു. പിന്നെയാണ് ടെൻഡൻ പൊട്ടിയെന്ന് അറിഞ്ഞതും പിന്നെ സർജറിയൊക്കെ പെട്ടെന്ന് ഫിക്സ് ചെയ്തപ്പം ഞാൻ നേർന്നതാണ് കേട്ടോ. അമ്മയെ കൊണ്ടൊരു മുത്തുകൂടെ വെപ്പിച്ചേക്കാം. അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് ആ 2 നേർച്ചകളും മാറ്റി വെക്കണ്ട. കാരണം അപ്പൂടിനെ നേർന്നിട്ട് ഞങ്ങൾ ഏകദേശം 7 വർഷം കഴിഞ്ഞ് ഈ ഇടയ്ക്കാണ് നേർച്ച ഈസ്റ്ററിൽ നിന്നാണ് നടത്തിയത്. അപ്പം നേർച്ചകളൊന്നും പെൻഡിങ് ഇടാൻ പാടില്ല. അപ്പം അതെന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ 2 പേരും കൂടെ കൊണ്ടുപോയി മുത്തുകൂടെയൊക്കെ വെച്ചു. അന്നക്കുട്ടി വൈബ് ചെയ്യാണ്. എന്നിട്ട് ഞങ്ങൾ നേരെ ചർച്ചിലേക്ക് പോയി കേട്ടോ. ഇന്നിവിടെ വരുമ്പോൾ ഞങ്ങൾക്കൊരു ഫോട്ടോ റീക്രിയേഷൻ കൂടിയുണ്ട്. അത് ഞാൻ വഴിയെ പറയാം കേട്ടോ. അങ്ങനെ ചർച്ചയിൽ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേനും ഹസ്ബൻഡ് ഫ്രണ്ട് അജിലിനെയും വൈഫ് സുമയും കണ്ടു കേട്ടോ. ഏകദേശം ഒരു 10 വർഷത്തിന് ശേഷമാണ് ഞാൻ ഒരു വട്ടം അജിലിനെ കണ്ടിട്ടുള്ളൂ. പോത്തീസിലെങ്ങാണ്ട് വെച്ച് കല്യാണത്തിന് മുന്നേ കണ്ടായിരുന്നു അവൻ പറയുന്നത്, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ അത് കണ്ടിട്ട് ഈ ഒരു ഫോട്ടോ റീക്രിയേഷന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത് അപ്പുക്കുട്ടനാണ്. അന്നക്കുട്ടിയെ വെച്ചിട്ട് ഇഞ്ഞപ്പെണ്ണെ എടുക്കണം എന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് നേരെ പോയി നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ചു. അപ്പോഴേക്കും ഏകദേശം ഒരു 10-10 ആയി കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ശംഖുമുഖത്തുള്ള സീ ഫുഡ് റെസ്റ്റോറൻറ്റായ തിരയിലേക്കാണ്. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേനും ഏകദേശം നല്ല മീനുകളെല്ലാം ഫിനിഷായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്യും, സീ ഫുഡ് അടിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞു പോയി. അപ്പോൾ വയറിനത് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ നേരെ വിഴിഞ്ഞത്തേക്ക് വെച്ച് പിടിച്ചു കേട്ടോ. പക്ഷേ ഞങ്ങൾ സ്ഥിരം പോകുന്ന വിഴിഞ്ഞത്തെ റെസ്റ്റോറൻറ്റ് പൂട്ടി. അവരിപ്പം കൊച്ചിയിലേക്ക് ഷിഫ്റ്റായി എന്നാണ് അറിഞ്ഞത്. ഞങ്ങൾ എപ്പോഴും പോകുന്ന വിഴിഞ്ഞം ഫാമിലി റെസ്റ്റോറൻറ്റിലായിരുന്നു. പിന്നെ അവിടെ നേരെ പാരഡൈസ് സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ കയറി. അവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു ഓർമ്മയുമില്ല. കാരണം ഞാൻ അത്രയും ടയേർഡായിരുന്നു. അവിടെ നോക്കിയാൽ നമുക്ക് പോട്ടിൻ്റെ നല്ലൊരു വ്യൂ കാണാം. അതൊക്കെ കണ്ട് ഇരിക്കുകയായിരുന്നു. അന്നക്കുട്ടി ഉറക്കമായിരുന്നു കേട്ടോ. അന്നക്കുട്ടിക്കുള്ള ഫുഡൊക്കെ ഞാൻ എടുത്തിട്ടാണ് പോയത്. പക്ഷേ അത് കാറിൽ തന്നെ വെച്ചേക്കുമായിരുന്നു. കാരണം അവൾ ഉറങ്ങുന്നതുകൊണ്ട് എനിക്ക് കഴിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേനും അവൾ ഉണർന്നു കേട്ടോ. ഫുഡിന് കുറച്ചേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ ഏത് ഫിഷൊക്കെ വേണമെന്ന് പറഞ്ഞതിന് ശേഷം അവർ അത് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പം ഞങ്ങൾ കൊഞ്ച് പറഞ്ഞു, കണവ റോസ്റ്റ് പറഞ്ഞു, ഒരു വലിയ മീൻ പറഞ്ഞു. അതേതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ അപ്പം പൊറോട്ട പുട്ട് ഇതാണ് പറഞ്ഞത്. ഫുഡൊക്കെ വന്നു. അന്നക്കുട്ടി ഭയങ്കര പിണക്കമായിരുന്നു കേട്ടോ. അന്നക്കുട്ടിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്ത് കൊടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് പുട്ട് നനച്ച് നന്നായിട്ട്, നല്ല സോഫ്റ്റ് പുട്ടായിരുന്നു, നന്നായിട്ട് നനച്ചിട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഹസ്ബൻഡ് കഴിച്ച് എഴുന്നേറ്റപ്പോൾ അന്നക്കുട്ടി എഴുന്നതിന് ശേഷമാണ് ഞാൻ ശരിക്കും ഒരു സമാധാനത്തിൽ കഴിക്കുന്നത്. അങ്ങനെ കഴിച്ചു. വയറൊക്കെ ഫുള്ളായി. വയറ് മാത്രമല്ല കേട്ടോ, മനസ്സ് ഭയങ്കരമായിട്ട് ഫുള്ളായി. കുറേ നാൾക്ക് ശേഷമാണ് സീ ഫുഡ്. എനിക്ക് പ്രഗ്നൻസി ടൈമിൽ ഭയങ്കര സീ ഫുഡ് ക്രേവിങ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. വീടെത്തിയപ്പോൾ ഏകദേശം 1 മണിയായി. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.